പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ ഈ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32 ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണ് ഈ ജൂലൈ 3-ാം തീയതി നടക്കാൻ പോകുന്നത്. ആ മത്സരത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു മൗത്ത് വാട്ടറിംഗ് മാച്ച് ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് 100% എന്ന് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ക്രൊയേഷ്യയെ സംബന്ധിച്ച് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകൾ അവർക്കുണ്ട്. അവരുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലൂക്കാ മോഡ്രിച്ചിനെ പോലത്തെ, പെരിസിച്ചിനെ പോലത്തെ 37-40 വയസ്സുള്ള താരങ്ങളാണ് ഇപ്പോൾ അവരുടെ സ്ക്വാഡിലുള്ളത്. എന്നാൽ മറുപുറത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തിയാൽ അതിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു താരം നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരും യങ് ആയിട്ടുള്ള ഏറ്റവും പ്രൈമിൽ പന്തെട്ടിക്കൊണ്ടിരിക്കുന്ന താരങ്ങളാണ് പോർച്ചുഗലിൽ ഉള്ളത്. എന്നാൽ ക്രൊയേഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്നും അവർ 2 വിജയങ്ങൾ സ്വന്തമാക്കിയാണ് ഇപ്പോൾ റൗണ്ട് ഓഫ് 32 അവർ എത്തിയിരിക്കുന്നത്. അവർ ഇംഗ്ലണ്ടൊക്കെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് അവർ ഉൾപ്പെട്ടിരുന്നത്. അതിൽ തന്നെ ഇംഗ്ലണ്ടിനോട് ഒരു 2-4 എന്ന ഒരു വലിയ മാർജിനിൽ പരാജയപ്പെട്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവർ നല്ലൊരു ഗംഭീര ഫുട്ബോളാണ് ഇംഗ്ലണ്ടിനെതിരെ കാഴ്ചവെച്ചത്. പക്ഷേ പനാമക്കെതിരെയും അതിനുശേഷം വന്ന 2 മത്സരത്തിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോർച്ചുഗലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. DR കോങ്കോക്കെതിരെ ആദ്യ മത്സരത്തിൽ സമനിലയാകുന്നു. അതിനുശേഷം ഉസ്ബെക്കിസ്ഥാനെതിരെ 5 ഗോളിന് വിജയിച്ചെങ്കിലും പിന്നീട് കൊളംബിയക്കെതിരെ ഒരു വിജയം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അത് മാത്രമല്ല, ആ 2 ആദ്യത്തെ മത്സരത്തിലും 3-ാമത് കളിച്ച കൊളംബിയക്കെതിരെയുള്ള മത്സരത്തിലും ഒരു ബാഡ് ഫുട്ബോളാണ് പോർച്ചുഗൽ കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ക്രൊയേഷ്യയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർ 2 മത്സരങ്ങൾ അവസാനം കളിച്ച 2 മത്സരത്തിലും വിജയിച്ചുകൊണ്ടാണ് റൗണ്ട് ഓഫ് 32 അവർ മാർച്ച് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ മത്സരം നടക്കുമ്പോൾ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ പോർച്ചുഗലിന്റെ താരം ഡിയാഗോ ജോട്ട നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. അന്നേ ദിവസമാണ് ജൂലൈ 3-ാം തീയതിയാണ് പോർച്ചുഗലും ക്രൊയേഷ്യയും റൗണ്ട് ഓഫ് 32 ആ വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32 മത്സരം കളിക്കാൻ പോകുന്നത്. ഒരു ദൈവനിയോഗം പോലെ പോർച്ചുഗലിന് വേണ്ടി ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചവന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ പോർച്ചുഗൽ ഒരു ക്രൂഷ്യൽ മാച്ചിന് ഈ വേൾഡ് കപ്പിൽ ഇറങ്ങാൻ പോവുകയാണ്. ആ വിജയം ക്രൊയേഷ്യക്കെതിരെ അതൊരു വിജയിക്കാൻ പോർച്ചുഗലിന് സാധിച്ചാൽ അത് ജോട്ടക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവുകളിൽ ഒന്നായിരിക്കും. നമ്മൾ ഈ വേൾഡ് കപ്പിന് മുമ്പ് തന്നെ ജോട്ടയെ അവരുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാഴ്ച, മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇത് റൗണ്ട് ഓഫ് 32 എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ആ ഓർമ്മ ദിവസത്തിൽ തന്നെ പോർച്ചുഗലിന്റെ മാച്ച് വരുന്നു. അത് ക്രൊയേഷ്യക്കെതിരെ റൗണ്ട് ഓഫ് 32 ഒരു നോക്കൌട്ട് മത്സരത്തിന് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യമാണ്, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്കാ മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടമായിരിക്കും. അതായത് ഒരു മാഡ്രിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ പ്രൈമിൽ ഒപ്പമുണ്ടായിരുന്ന 2 ലെജൻഡുകളുടെ അവസാന വേൾഡ് കപ്പാണ്. അതിൽ നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് അവരുടെ ടീം മാർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഏതെങ്കിലും ഒരു താരത്തിന്റെ ടീം ഉണ്ടായിരിക്കില്ല. അവരുടെ അവസാന മത്സരം കൂടിയായിരിക്കും ഈ വേൾഡ് കപ്പിലെ ഈ റൗണ്ട് ഓഫ് 32 മത്സരം നടക്കാൻ പോകുന്നുണ്ടാവുക. ഒരു യുഗം അവിടെ അവസാനിക്കുകയാണ്. ഇരുവരുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുവരുടെയും രാജ്യത്തിന് വേണ്ടി അവരുടെ രാജ്യത്തിന്റെ ഫുട്ബോളിന്റെ ഗ്രോത്തിൽ ഒപ്പമുണ്ടായിരുന്ന 2 താരങ്ങളാണ്. അതുമാത്രമല്ല, അവരുടെ രാജ്യങ്ങൾക്കും അപ്പുറം മറ്റു കൺട്രികളിലേക്ക് പോലും അവരുടെ രാജ്യത്തിന്റെ ഫുട്ബോൾ പൈതൃകത്തെ ഇഞ്ചക്ട് ചെയ്യാൻ, ഫാൻസുകളിലേക്കും ആളുകളിലേക്കും ഇഞ്ചക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും അവരുടെ രാജ്യത്തിനും അപ്പുറം ക്രൊയേഷ്യ എന്ന രാജ്യത്തെയും പോർച്ചുഗൽ എന്ന രാജ്യത്തെയും ആളുകൾക്ക് ഫാൻസുകളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 താരങ്ങളാണ് ലൂക്കാ മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ച ആ സീസണുകൾ, പ്രത്യേകിച്ച് 2016, 17, 18 3 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു ലൂക്കാ മോഡ്രിച്ചിനെ സംബന്ധിച്ച് 2018 ഫൈനൽ വരെ കളിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ബാലൺ ഡ്യോർ ലഭിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ മാഡ്രിഡ് ജേഴ്സിയിൽ അവർ 2 പേരും ചേർന്ന് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മാഡ്രിഡ് ആരാധകനെ സംബന്ധിച്ച് മാത്രമല്ല, ലോക ഫുട്ബോളിലെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ് ഈ നോക്കൌട്ട് റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ ഇരുവരും നേർക്കുനേർ വരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ലെജൻഡ് ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നുണ്ടാവുക. ഒരാൾ തോറ്റു പുറത്താകുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഈ ജൂലൈ 3-ാം തീയതി ജോട്ടയുടെ ഓർമ്മ ദിവസത്തിൽ തന്നെ പോർച്ചുഗൽ കളത്തിലേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല, ക്രിസ്ത്യാനോയുടെയും ലൂക്കാ മോഡ്രിച്ചിന്റെയും അവസാന വേൾഡ് കപ്പ്, ഏതെങ്കിലും ഒരു ലെജൻഡിന്റെ അവസാന വേൾഡ് കപ്പിൽ ഒന്നാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.